തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ചാല മാർക്കറ്റ്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എന്നും ചാല മാർക്കറ്റിലേക്ക് എത്തും. ഇവിടുത്തെ വ്യാപാരികൾക്കും രാഷ്ട്രീയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അവർക്കും ചിലത് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തവണത്തെ ഒരു ചിത്രം എങ്ങനെയായിരിക്കും? മാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഭരണ തുടർച്ചയായിരിക്കും തിരുവനന്തപുരത്തിന്റെ? അല്ല, മാറ്റം ഉണ്ടാവണം. കാരണം അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇല്ലാത്ത കാരണം എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഓപ്പോസിഷൻ വന്നാലേ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, പ്രയോജനപ്പെടുകയുള്ളൂ. അതെ, ഇലക്ഷൻ ഇപ്പം ഒന്നും പറയാറായിട്ടില്ല. പക്ഷെ തീപാറും പോരാട്ടമെന്നാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷെ ആ പോരാട്ടമൊന്നും കാണാനില്ല. അത് ഇനി ദിവസമുള്ളത് കൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. അപ്പം പൊതുവേ നോക്കുമ്പോഴത്തേക്ക് വീട് കയറിയുള്ള പ്രവർത്തനമാണ് കൂടുതൽ. അല്ലാതെ ചാലയിൽ മൊത്തത്തിലൊരു എന്താ പറയുക അങ്ങനെ ഒരു ഇതില്ല. ഞാൻ നോക്കത്തിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പൊതുവേ ചാലയ്ക്കകത്ത് വീടുകളെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പം ആ രീതിക്ക് കൊള്ളാം ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഏകദേശം എല്ലാവരും ഒരുപോലെ തന്നെയല്ലോ. ചാലയിലെ പ്രധാനപ്പെട്ട കൊടിക്കടയിലാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപാരം എങ്ങനെയുണ്ട്. മൊത്തത്തിൽ കൊടി വ്യാപാരമാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. അപ്പം പല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ അങ്ങനെയുള്ള പുതിയതായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതണ്ടേ വോട്ടിംഗ് മെഷീൻ. ഇത് ഒരുപാട് ചിലവായി പോകണമെന്നുണ്ട് ഈ സാധനം. ചിഹ്നം, അതിൻ്റെ സ്ഥാനാർത്ഥിൻ്റെ പേര്, എന്നിട്ട് എത്രാമത്തെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ രസീത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ വന്നതാണ്. ഇപ്പം ആൾക്കാർ ഒരുപാട് വാങ്ങുന്നുണ്ട്. അത് തന്നെ ഈ അറിയാത്തവർക്ക്, ആദ്യമായിട്ട് വോട്ട് ചെയ്യണവർ, അല്ലാത്ത ഈ വയസ്സായവർ, അവർക്കൊക്കെ ഇത് ഉപകാരമാണ്. ഇത്രാമത്തെ ചിഹ്നം, ഇന്നതാണ് നമ്മളെ ചിഹ്നം, ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി, ഫോട്ടോ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, ഇത്രാമത്തെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇതേപോലത്തൊക്കെ വന്നിട്ടുണ്ട് കൊടികളെ. ആ ടൈപ്പ് പോയ വർഷമൊന്നും ഇല്ലായിരുന്നല്ലോ, ഈ പ്രാവശ്യം വന്നതാണ് അതൊക്കെ. പിന്നെ നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ആ നീളത്തിന് കിടക്കുന്നില്ലേ, ആ സൈഡിൽ നീളം കൂടിയതാണ് നമത് ചിഹ്നം എന്ന് പറഞ്ഞിട്ട്. എല്ലാ ചിഹ്നത്തിൻ്റെയും വന്നിട്ടുണ്ട്. ഇലക്ഷൻ വന്നതല്ലേ ഉള്ളൂ. അതെ അതെ അതെ, കുഴപ്പമില്ല, കച്ചവടം കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ചാലയിലെ കൊടിക്കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേമസ് ആണ്. ഇവിടെ ഇടതുപക്ഷം നല്ല രീതിയിൽ കയറി വരും, വരാൻ സാധ്യതയുണ്ട്. 100% മൊത്തത്തിൽ അതൊക്കെ ഒരു സൈഡിൽ കൂടി കിടക്കും. അത് വിവാദം പണ്ടേ ഉള്ളതാണല്ലോ, ഇതിൻ്റെ കൂടെ ഉള്ളതാണല്ലോ വിവാദങ്ങൾ. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും, ഇതിങ്ങനെ ഒരു സൈഡിൽ പൊയ്ക്കോളും. തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷനിൽ നമ്മളെ പഴയ ആളുകൾ LDF ഉറപ്പാണ്. ആരെ മാറ്റമൊന്നുമില്ല. എന്നാലേ പിന്നെ മറ്റുള്ളവർക്കൊക്കെ നേട്ടമുള്ളൂ. ഇലക്ഷൻ ട്രിവാൻഡ്രത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വരും. അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. പിന്നെ ഇതിനെ മത്സരം ഉണ്ടാവും, പക്ഷേ കമ്മ്യൂണിസ്റ്റ് തന്നെ വരും. മാറ്റമൊന്നും ഉണ്ടാവില്ല. വേറെ ആര് വരാതിരിക്കുന്നു? തമ്മിലടിയല്ലേ എല്ലാവരും. അത് കാരണം ആരും വരാൻ ചാൻസ് ഇല്ല, അവർ തന്നെയാണ്. അതുമല്ല, പാവപ്പെട്ടവർക്ക് നേട്ടങ്ങൾ അവർ വന്നാലൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഉണ്ടല്ലോ, 5 വർഷം കൂടുമ്പം ക്ഷേമ പെൻഷൻ വരെ കൂട്ടുകയല്ല. മറ്റവർ കയറുമ്പോൾ നിർത്തുമെന്നല്ലേ പറയുന്നത്, അതൊക്കെ അവർക്ക് നഷ്ടമാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ വരുന്നത്? ഭരണമെന്ന് വിചാരിക്കുന്നവർ പോലും ഇത് കേൾക്കുമ്പോൾ മടുത്തു പോകും. നല്ല ഉപദേശം കിട്ടും. തീർച്ചയായും ഇല്ലല്ല. ചാലയിലെ രാഷ്ട്രീയം ഇങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വാർഡായിട്ടുള്ള വലിയ തുറയിലെ രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമാണ്. തീരദേശ പ്രദേശമായ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കടലാക്രമണ ഭീഷണി അടക്കമുള്ള പല വിഷയങ്ങളും പറയാനുണ്ട്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആർക്കും ഒരു പ്രതീക്ഷയൊന്നുമില്ല, സൈലന്റ് മൂവിങ് ഇല്ലാതെ വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. പ്രചരണങ്ങളൊക്കെ അത് ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം തീരും. പിന്നെ എല്ലാവരും ശാന്തതയാണ്. പിന്നെ ഇനി ഈ വോട്ട് ചെയ്യുന്നവർ അവരെ മനസ്സിരിപ്പുണ്ട്. അവർക്കൊരു നിർണയമുണ്ട്, ആര് വേണം ആര് വേണ്ട. ഇപ്പോഴത്തെ ഒരു കുഴപ്പമില്ല, ഭരണത്തിലും
ചില പെൻഷൻ്റെ ഇതിലൊക്കെ നല്ല ഒരു കാഴ്ചവെപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തിരി ആവേശം കൂടുതലാണ് ഭരണകക്ഷിയോട്. പൂർണ്ണമായി ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കേണ്ട സാധ്യത ഉണ്ട്. ഇവിടെ മത്സര പോട്ടി നടക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴത്തെ നിലമയിൽ ഭരണകക്ഷിയെ പോകും. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ഇവിടെ ഉണ്ടായി മറ്റുള്ളവരെ കണക്ക് വഴക്കോ വലിയ ഇവിടെ ഒന്നുമില്ല. ആര് വേണമെങ്കിലും നിൽക്കുകയോ ജയിക്കുകയോ അടി വഴക്കൊന്നുമില്ല. അവർ നടത്തുന്നു. BJP ഒരു സൈഡ്, കോൺഗ്രസ് ഒരു സൈഡ്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ അങ്ങനെ ഒരു ചലനം ഇല്ല. അറിയാം, അവർ മൂവിങ് ഇതിലാണ് പോണത്. ഇവിടെ കൂടുതലും കോൺഗ്രസ് കുത്തക ആയിരുന്നു. ഇപ്പോൾ LDF ഒന്നൊന്നായിട്ട് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക പല ഭാഗങ്ങളിൽ. ഇതേ എനിക്കുള്ളൂ പറയാനുള്ളൂ. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ചേട്ടാ, എനിക്കൊന്നും പറയാനില്ല. രാഷ്ട്രീയമാണോ? രാഷ്ട്രീയം വേണ്ടായിരിക്കും. എനിക്ക് രാഷ്ട്രീയം ഇല്ല. അതല്ല, വോട്ട് ചെയ്യില്ല. ഇല്ല. നോ വോട്ടാണ്. നോട്ടൊക്കെ വോട്ട് ചെയ്യും. അതും ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, തീരദേശത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പലരും പ്രതികരിക്കുന്നത്. ഇവിടുത്തെ ഒരു സാഹചര്യം ചേട്ടന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ പെൻഷൻ്റെ കാര്യം തന്നെ, വേറെ എന്തിനു പറയാൻ. 600 രൂപ കൊടുത്തിട്ട് ഇപ്പം 2000 ആക്കി. അപ്പോൾ 600 രൂപ കൊടുത്തോണ്ട് അതിന് എത്രയോ മാസത്തെ കട വെച്ചോണ്ടാണ് അവൻ പോക്കളഞ്ഞത്. ഇപ്പോൾ രൂപ 2000 കൊടുക്കുകയാണ്. അവൻ കോൺഗ്രസ് തറയിൽ കിടക്കുകയാണ്. അവന് ഒരു കാലത്ത് പൊങ്ങ വിടരുത്. പൊങ്ങ വിട്ടാൽ ജനങ്ങൾക്ക് നാശം. ഇതാണ് പറയാനുള്ളത്. വേറെ എന്തിനു പറയാൻ? ഇവിടെ ഇരുന്നിട്ട് പോവും. 6 മണിയാകുമ്പോൾ വീട്ടിൽ പോവും. രാഷ്ട്രീയമൊന്നുമില്ല. വോട്ടിന്റെ കാര്യം പറയും. വോട്ടിന്റെ കാര്യം നമ്മൾ പെൻഷൻ വാങ്ങിക്കണില്ലേ? ആദ്യം എത്ര രൂപ കൊടുത്ത് ഇപ്പൊ എത്ര രൂപ കൊടുക്കണേ? ഓട്ടിക്ക് നമുക്ക് എടുത്ത് ചെയ്താൽ പോടും. കൈക്ക് കൊണ്ട് പോടില്ല. അത് പണ്ടേ ഉള്ളത് തന്നെ. ജയിച്ചപ്പോ നമ്മൾ ജനിച്ചിക്കുമ്പോൾ നമ്മൾ ജനിച്ചിക്കുമ്പോൾ ആരും കോൺഗ്രസ് ജയിച്ചോരൊരൊറ്റ പോക്ക്. അപ്പൊ ജയിച്ചല്ലേ അടുത്ത് ജനങ്ങളെ നോക്കണ്ടേ? അത് നോക്കൂല. ഇപ്പം കിടന്ന് വിപ്രവാളം. മെനഞ്ഞാന്ന് 50 MLA രാജിവെച്ചിട്ട് മാറി കോൺഗ്രസിലുള്ള കൊടുക്ക. അതിൻ്റെ ശേഷം എന്തിനായി കമ്പനിയിടി? എല്ലാം കോൺഗ്രസ് കമ്പനി ചെയ്യണേ. ഇതല്ല ഇവൻ പെൻഷൻ കൂട്ടി കൊടുത്തപ്പോൾ കോൺഗ്രസ്സുകാർ പറയണേ, നീ എന്തിനും ഇതെല്ലാം മാറി കൊടുക്കുന്നു, നിനക്ക് ഈ കടം വാങ്ങിച്ച കടം വീട്ടണ്ടായി കോൺഗ്രസ്സുകാരൻ പറയണ. ഇതെല്ലാം നമ്മൾ വാർത്തയിൽ എപ്പോഴും കേൾക്കുകയാണ് പറയണല്ല. ഇലക്ഷന്റെ ചൂട് കുഴപ്പമില്ല, അങ്ങനെ നടന്നു പോയിട്ടിരിക്കുന്ന ഇലക്ഷൻ്റെ ഇത്. ചൂടൊന്നും വലുതായിട്ട് ചൂടായിട്ടില്ല. ചൂടെല്ലാം ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ചൂടാകുമോ? ഇപ്പോഴതുവരെ ഇങ്ങനെ എല്ലാ പാർട്ടിക്കാരും അതിനുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഇറങ്ങി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ നല്ല ചൂട് കാണും. ഇനിയിപ്പം സ്വതന്ത്രമായിട്ട് ആരെല്ലാം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാർക്കും വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഇനി എല്ലാം ഡിക്ലെയർ ആകുമ്പോൾ എല്ലാം അറിയാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ പോയിട്ടിരിക്കുന്ന ഇലക്ഷൻ്റെ ഇത്. കഴിഞ്ഞ തവണ ഇത്തിരി ഇതായിരുന്നു. നല്ല വാഗ്ദാനങ്ങൾ ചിലതെല്ലാം നടന്നു, ചിലത് നടന്നിട്ടൊന്നുമില്ല. എല്ലാത്തിനും ഇപ്പം കൗൺസിലർമാർക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റൂലല്ലേ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ചെയ്യാനായിട്ട് പറ്റുമോ? ആരായിരുന്നാലും ശരി തന്നെ. ഇപ്പോൾ പാർട്ടി രീതിക്ക് പറയുന്നതല്ല. ആരായിരുന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിധിയിൽ അവർ ചെയ്യുന്നുണ്ട്. അവർ റോഡുകൾ, ചെറിയ റോഡുകൾ അവർ ചെയ്യുന്നതുകൊണ്ട്. പൈപ്പ് ലൈൻ ഇല്ലാത്തവർക്ക് പൈപ്പ് ലൈൻ ഫ്രീ കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോസ്റ്ററിൽ ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ എഴുതിയെടുത്തിട്ടുമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊണ്ട് കൊടുത്ത് അതിൻ്റെ ലൈറ്റുകളെല്ലാം ഇരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പോരായ്മയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആൾക്കാർ അത് നമുക്കത് ഇപ്പോഴത്തെ ഭരണത്തിൽ ഇത് ഇനിയിപ്പോൾ ആര് വരും പിടിക്കുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് വരുന്നത്. കോർപ്പറേഷനിൽ ഇടത് വരുന്ന ഒരു സംശയമാണ്. അന്ന് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. 3 പാർട്ടിക്കാർ ഇപ്പം ത്രികോണ മത്സരം നടക്കുമെങ്കിൽ ഇനി അത് പറയാൻ പറ്റൂല ഇനിയിപ്പോൾ ആരാണെന്നുള്ളത്. അങ്ങനത്തെ കണ്ടീഷനിലെല്ലാം പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ശരി തന്നെ ചൂടറിയണമെങ്കിലും കുറച്ചെങ്കിലും നല്ല രീതിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയണം. ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ഇത് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അത് കോർപ്പറേഷൻ ഇടതുപക്ഷമേ ഭരിക്കുകയുള്ളൂ. കാര്യം മറ്റേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇപ്പോൾ 8 വാർഡുണ്ട്. അതിലിനി 51 കിടക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഇപ്പം പഴയ തീരദേശമൊന്നും അല്ല. ഇപ്പം ഇടതുപക്ഷത്തിന് വേണ്ടി നല്ല അനുകൂലമായ സാഹചര്യങ്ങളാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരം മാത്രമല്ല കേരളം ഇന്ന് അവർ ചെയ്യുന്ന ഈ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല അനുകൂലമായ ട്രെൻഡാണ് ഇടതുപക്ഷത്തിന്.
ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ ആ ഒരു പ്രതിഫലനം പ്രതിഫലനം ഉണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പോൾ റോഡായാലും പാലമായാലും ആശുപത്രി ആയാലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല ഇവിടെ പഴയ തീരദേശമൊന്നും അല്ല ഇപ്പം എല്ലാം അവർക്ക് ബുദ്ധിയും അറിവും കഴിവും ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റേതായ മാറ്റമുണ്ട്. മറ്റേ തീരദേശത്തെ ഒരു പ്രത്യേകതയായിരുന്നു കൈപ്പത്തി കണ്ടാ കുത്തുക, കൈപ്പത്തി കണ്ടാ കുത്തുക എന്ന്. ഇന്ന് അതെല്ലാം മാറി ഇന്ന് തീരദേശത്ത് അവർക്ക് എത്ര വാർഡ് ജയിക്കാൻ കഴിയും? അതുപോലെ എല്ലാ ക്ഷേമപ്രവർത്തനം ഇപ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ നിൽക്കും. ഇന്നിപ്പോൾ ഈ പെൻഷനും മറ്റു കാര്യങ്ങളും അത് ഇത് എല്ലാം കിട്ടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ജനങ്ങൾ അത് കണക്കാക്കി വോട്ട് ചെയ്യും. കേരള സർക്കാരിന് പോഴത്തെ തന്നെ ചെയ്യുള്ളൂ എന്തോന്നാലും ശരി. അപ്പോൾ അതുപോലെ സർക്കാർ ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് ചെയ്ത നന്മകൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പിന്നെ പുതിയ പയ്യന്മാർ 18 വയസ്സ് 19 വയസ്സായ പയ്യന്മാർക്കെല്ലാം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയില്ലേ ഇന്ന്. ഒരാശുപത്രിയിൽ പോയാലോ മറ്റേ സ്കൂള്, നമ്മളിപ്പോൾ ഈ സ്കൂള് തന്നെ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളം മൊത്തം എടുത്തു കഴിഞ്ഞാലും ആ സ്കൂളിൻ്റെ നിലവാരങ്ങൾ നോക്കണം. അതുകൊണ്ട് ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മുൻ കൗൺസിലർ തന്നെ ഇവിടെ ജയിക്കും, വലിയ LDFിൻ്റെ സ്ഥാനാർത്ഥി. വേറെ ഇവിടെ ആരും പറയുന്നില്ല. ഒട്ടാകെ കേരളം ഒട്ടാകെ ഇടത് തന്നെ വരുള്ളൂ. ഭരണം കേരളത്തിലാണെങ്കിൽ വളരെ ഭരിക്കുന്നതാണ് കൊള്ളാൻ തോന്നുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട്. മിക്കവരൊക്കെ ചിലത് പാലിച്ചിട്ടുണ്ട്. 2 വർഷം തന്നെ വരണം എന്നാണ് ഒരു അഭിപ്രായം. ശിവ ബാറ്ററിക്ക് ജയിക്കും, ഫാസ്റ്റായിട്ട് ജയിക്കും. 100% കോൺഫിഡൻസ്. ഓ, ധൈര്യമായിട്ട് പറയാണ്. ശിവ ബാറ്ററിക്ക് ജയിക്കും. മാറ്റമൊന്നും എന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ശിവ ബാറ്ററിക്ക് തന്നെ ജയിക്കും. ഞങ്ങളെല്ലാം കോൺഗ്രസ്സാണ്. ഒന്നിനും പോകില്ല. അറിയില്ലപ്പോ, രാഷ്ട്രീയം ഞങ്ങൾ അറിയില്ല, പറയാൻ ഒക്കില്ല. അത് നമ്മൾ പറയുന്നത് ഈ ഇലക്ഷനിൽ പറയാൻ ഒക്കില്ല ആർക്കും. നല്ല ഇത് ആർക്കാ കിട്ടുമെന്നുള്ള പറയാൻ പറ്റില്ല. രണ്ട് പാർട്ടി എന്താണ് ഇത്തവണ ജയിക്കുമോ? ആര് ജയിക്കും ഇത്തവണ? വലിയ തുറന്ന് ആര് ജയിക്കും ഇലക്ഷന്? അയറി അത് തന്നെ എൻ്റെ ജീവിതം. അയറിയാണ് എൻ്റെ ജീവിതത്തിൽ. അത് തന്നെ എനിക്ക് വീട് കിട്ടാതെ വിധത്തിൽ നിന്ന് ആ മകളാണ് മേടിച്ചു വന്നത്. ഇന്ന് ആ മകള് തന്നാക്കില് ചെറ്റ വീട്ടിലാണ് അവള് കിടക്കുന്നത്. കണ്ട കരഞ്ഞു പോകും. പെരിട അയറി അവള് തന്നെ ജയിക്കുമെന്ന് എൻ്റെ ഉറപ്പിൽ നിന്ന് ഞാൻ ഇതിലാക്കുന്നു. അയറി ഇതവിടെ കൊടുക്കണം. അയറി ടീച്ചർ. എന്താണ് ആര് ജയിക്കും ചേച്ചി? വലിയ തുറയിൽ അങ്ങനെയാണ് രാഷ്ട്രീയം. നമ്മുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഭൂമി ഇവിടെ തുറമുഖത്ത് ആരെന്തൊരു നല്ലത് ചെയ്യുമോ അവർ ജയിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തന്നെ ജയിക്കുന്നവർ നല്ലത് ചെയ്യുകയും ചെയ്യണം, നല്ലത് ചെയ്യുന്നവർ ജയിക്കുകയും ചെയ്യണം. കഴിഞ്ഞ 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചു? എവിടെ പാലിച്ച് ഞങ്ങൾക്കൊന്നും വേണ്ട, കടൽപ്പാലം കെട്ടി തന്നാൽ മതി. ആരോ ജയിക്കി കടൽപ്പാലം കെട്ടിത്തരേണ്ട. ഞങ്ങളുടെ ജീവിതം അതാണ്. ഞങ്ങളുടെ കടലിലെ മക്കൾക്ക് ജീവിക്കാനുള്ളത് അതാ. അപ്പം നിങ്ങൾ ആരെങ്കിലും അത് ജയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ നിലനിർത്തി ചെയ്യേണ്ടത് ഞങ്ങൾക്ക് കടൽപ്പാലം കെട്ടിത്തരിക. ഇതേ ഞങ്ങളുടെ ജീവിതമാർഗം. ഇവിടെ ഇത് വരുന്നത് നല്ലതാണ്. പിന്നെ മറ്റത് പോകുന്നോന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള. വേറെ ഇതിലൊന്നും പറയാനില്ല. കാരണം അത്രയും ആളുകൾ വിഷമിച്ച് അത്രയും ബുദ്ധിമുട്ടിയാണ് ഇപ്പോഴത്തെ ജീവിതം. വലിയ തുറ ആരും ജയിക്കുമെന്ന് അറിയത്തില്ല. രണ്ടും വേണ്ടപ്പെട്ട സഹോദരങ്ങൾ നിൽക്കുന്നത്. നന്മ ചെയ്യുന്നവരാരെങ്കിലും രണ്ടുപേരും ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലല്ലോ. ആരെങ്കിലും ഒരാൾ ജയിക്കും ഈശ്വരന്റെ കാൽപുണ്യം കൊണ്ട്. നമുക്കിതേ പറയാനുള്ളൂ.
നന്മ ചെയ്യണം, നാട്ടിന് നല്ലത് ചെയ്യുന്നവർ ജയിക്കണം എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ 2 പിള്ളേർ ഇവിടെ ഉള്ള പിള്ളേരിന് നിൽക്കുന്നു. 3 പിള്ളേരുള്ളത് 3 ഇവിടത്തെ ഉള്ളത് തന്നെ ഇവിടെ നിൽക്കുന്നു. ആരും നന്മ ചെയ്യുമോ, നാട്ടിന് നല്ലത് ചെയ്യുന്നവർക്ക് ജയിക്കണമെന്ന് തന്നെ നമ്മളും പ്രവർത്തിക്കുന്നു. നമുക്ക് നല്ലത് രാഷ്ട്രീയമൊന്നുമില്ല, ആരും നല്ലത് ചെയ്യുമോ അവർക്കാണ്, അവർ തന്നെ ജയിക്കണം. അത് ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റൂല ആരാണ് ജയിക്കുമെന്ന്. ഇല്ലമ്മ സാധ്യത UDF വരുമെന്നായ സാധ്യത അട്ടിമറി ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ LDFന്റെ അറിയാമല്ലോ കാര്യങ്ങൾ, അതൊക്കെയാണ് കാരണം. അധികാരം വരണം, വന്നേ തീരൂ. അടുത്ത മത്സരമായിരിക്കും. കാര്യം കോർപ്പറേഷൻ 40 വർഷക്കാലം കൊണ്ട് അവരുടെ കയ്യിലാണ്. അപ്പൊ ഒരു മാറ്റം വന്നാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കും നേട്ടം ഉണ്ടാവും. ഓട്ടോറിക്ഷയല്ലേ നമ്മൾ ഓടിക്കുന്നത്, നമ്മളെല്ലാരും അങ്ങനെയാണല്ലോ. ഒരു ചേഞ്ച് വന്നാൽ എന്തുണ്ടാവും എന്നുള്ള കോസിൽ ചെല്ലുമ്പോ വയലറ്റ് പേപ്പർ വാങ്ങുമ്പോ ഇഷ്ടപ്പെട്ടിടത്തല്ലേ ഇടേണ്ടത്. ഇന്ന് നമ്മളിപ്പോ ഇവിടെ പറയാൻ പറ്റുമോ മോനെ, പൊന്നുമോനെ? ഞങ്ങള് കോൺഗ്രസ് ആണ്. ഞങ്ങളുടെ ഇടുന്നത് കോൺഗ്രസ് തന്നെ. വലിയ ഭൂരിപക്ഷത്തോടെ ഈ വോട്ടും ജയിക്കണമെങ്കിൽ ഞങ്ങളുടെ വലിയ പാലം ശരിയാവണം. മനസ്സിലായി? എന്റെ ഏറ്റവും പ്രധാന ആവശ്യം വലിയ പാലം ശരിയാക്കണം. കാരണം എത്ര അപ്പന്മാരും കഷ്ടപ്പെടുകയാണ്. ഈ പാലം ഉണ്ടായിരുന്ന കർക്കിടക ടൈമില് ഞങ്ങൾക്ക് വിശപ്പ്, കഷ്ടം, ദാഹം വരിയില്ല. ഓടി ഞങ്ങളുടെ അപ്പച്ചന്മാർ പോയി മുണ്ടിപ്പുടവന്മാർ എന്ന് ജോലി എന്നൊരു സ്ഥാപനമാണ് പാല. ഈ കേരളത്തിന്റെ അകത്ത് സംസാരിക്കില്ലേച്ചി, നമ്മള് ഹൃദയം എന്നുള്ള ഒരു മനസാക്ഷിയുണ്ട്. ഇവര് ഒരേ പാർട്ടികൾ വരുമ്പോ പറയും പാലം പോയിട്ടേ ബാക്കിയുള്ള കേസ്. അവർ വിജയിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ തുറമുഖം ഏതെന്ന് അവർക്കറിയാൻ പറ്റുന്നില്ല. ചുടുകാട്ടി കിടക്കുന്ന പാലങ്ങളും കാടുകളും വൃത്തിയാക്കിയ ഒരു പാലം ശരിയാക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയുടെ അകത്ത്, ട്രിവാൻഡ്രത്തിന്റെ അകത്ത് മത്സ്യത്തൊഴിലാളികളുടെ സ്ഥാപനം വലിയ പാലമാണ്. ആ പാലം ശരിയാക്കി കിട്ടണം എങ്കില് വോട്ടില്ലേ ഞങ്ങൾക്കൊരു ഹൃദയം ഉണ്ടല്ലോ, ആർക്ക് ചെയ്യണമെന്ന് അത് വിജയിക്കും. ഇതാണ് എന്റെ വാക്ക്. ഇന്ന സ്ഥാപനം എന്ന് പറയില്ല. നിങ്ങൾ വോട്ട് വരുമ്പോ ഇത്രയും ജനങ്ങൾ കയറി വരുന്നല്ല മക്കളെ, എന്തിനു വേണ്ടി വരുന്നത്? ആരെങ്കിലും ഭരണത്തിൽ വന്ന് നല്ലാവണം അല്ലേ? അതല്ല എന്റെ പ്രശ്നം. ഈ പാലം ശരിയാക്കുക. മത്സ്യത്തൊഴിലാളിയുടെ ഒറ്റ സ്ഥാപനം ജീവിതം ഈ പാലമാണ്. പാലം ശരിയാക്കി കിട്ടിയേ പറ്റാം. എങ്കിൽ അവർ ഹൃദയം തുറന്ന് അത് പെരുമാറിയാൽ അവർ ഭൂരിപക്ഷം ജയിച്ചിരിക്കാം. ഞാൻ കാണുന്ന ഒരു പാർട്ടി അവർ ഭൂരിപക്ഷം ജയിക്കും. മുറയ്ക്ക് നല്ലത് ചെയ്യണം. നമുക്കിതേ ഉള്ള സന്തോഷം. എല്ലാം നമ്മുടെ സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവര്, ഈശ്വരന്റെ കാൽപുണ്യം കൊണ്ട് ആരെ ജയിച്ചാലും നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് അവരെ കൊണ്ട് 10 പൈസയുടെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇനി അത് കിട്ടുകയും വേണ്ട. വയസ്സ് 62ആയി. നമ്മൾ ഈ കഷ്ടപ്പെട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. വേറെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ജോലി ചെയ്താലേ ഞങ്ങളുടെ കുടുംബം കഴിയത്തുള്ളൂ, ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനൊക്കെ ഉള്ളു, ഞങ്ങൾ റേഷൻ മേടിക്കാനൊക്കെ ഉള്ളു. ഞങ്ങൾക്ക് ഈ ആര് ജയിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ സഹായമൊന്നും ഞങ്ങൾ അവരെ വാദപ്പടിയിൽ കിണ്ടാൻ പോയില്ല. ഒരു വീട് വയ്ക്കാൻ വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് 4 ലക്ഷം രൂപ പാസ്സായിട്ടും പോലും ഈ കോർപ്പറേഷൻ സർക്കാരും മന്ത്രിമാരും നിന്നിട്ട് എനിക്ക് തന്നില്ല. അത് വേദനയുണ്ട്. 2 വർഷമായി. എൻ്റെ സ്വന്തം പണത്തിലാണ് ഞാൻ വീട് കെട്ടിയത്. 15 ലക്ഷം രൂപ കടവ് എടുത്ത് ഇന്ന് പലിശ കൊടുക്കുകയാണ് അമ്മച്ചി. ഈ കച്ചവടം കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം, വേറെ ഒന്നുമല്ല. ആരോ ജയിച്ചോണ്ട് പോട്ടെ, അല്ല ഒരു പരാതി നമുക്കില്ല. ഒരു ഓട്ടമുണ്ട്, ഇഷ്ടമുള്ളവർക്ക് അപ്പോഴും പോയി ഇട്ടു കൊടുക്കും. ആരെ ശുപാർശയും വേണ്ട. ഇതാണ് അമ്മച്ചിയുടെ ഒരു ഇത്, വേറെ ഒരു കുഴപ്പമില്ല. വോട്ടിട്ട് കൊടുക്കും. എൻ്റെ മൗന്യമായ അവകാശമാണ് വോട്ട്. അവിടെ പോകുമ്പോൾ അന്നേരം തോന്നുന്ന ആർക്കിടണമെന്ന് അന്നേരം വോട്ട് ഇട്ടിട്ട് ഇറങ്ങും. ആരെ ന്യായവും കേൾക്കത്തില്ല. അവരെ തൊടണം, കവലപ്പെടണം, കയ്യട്ടി നിൽക്കണം, കച്ചേരി കയറണം, കമ്പി എത്ര ഉണ്ടെന്ന് എണ്ണാൻ വഴി വെക്കരുത്.
കടലിനക്കര പോയവരെ കാണാൻ പെണ്ണിന് പോയവരെ പോയി വരുമ്പോ എന്ത് കൊണ്ടുവരും? പവനാലാ രാവിലെ പാലാടി തെരയുടെ മത്സ്യകന്യടമാരുടെ മാണിക്യ മുത്തു കൊണ്ടുവരും. തീർന്നു പോയി. വലിയതുറ എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഇന്നും ദുരിതത്തിലാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ 10 വർഷം കൊണ്ട് ജയിച്ചിട്ടും ഇവിടെ പാലം ഒടിഞ്ഞ് 2 കഷ്ണമായിട്ട് കിടക്കുകയാണ്. ആരും പുരോഗമനം എന്ന് പറയുന്നത് ഒരു പുരോഗമനവും ഇല്ല. ഇവിടുത്തെ വലിയൊരു പാലം അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം 2 പീസായിട്ട് കിടക്കുന്നു. ഇവിടെ വയനാട് ഇത് വന്നപ്പോൾ ജലപ്രളയം വന്നപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് ഒരു പാലം നിർമ്മിച്ചു. ഇവിടെ 10 വർഷം ഭരിച്ചിട്ടും ഇങ്ങനെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഈ മന്ത്രി എന്ന് പറയുന്നത് എന്താണ്? തന്ത്രിയായിട്ടാണ് നടക്കുന്നത്. ഈ വലിയതുറ ഫിഷറീസ് മന്ത്രി എന്ന് പറയുന്നത് ഈ കടലോരെല്ലാം കല്ലടുക്കിക്കൊണ്ട് എല്ലാം ആളുകൾക്ക് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 24 മാസം ഉണ്ടെങ്കിൽ 24 മാസവും വിഴിഞ്ഞത്ത് പോയി പണിയെടുക്കേണ്ട ഗതികേടാണ്. തമിഴ്നാട് എല്ലാവരും ഈ മാടുകളെ മേയ്ക്കാൻ വേണ്ടി ഇതിൽ കൊണ്ടുപോകും, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോണത് പോലെയാണ് ഈ ആൾക്കാർ പണിക്ക് പോകാൻ വേണ്ടി നെരുങ്ങി എല്ലാം എടുത്താണ് കണ്ട രാജ്യത്ത് പോണത്. സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഈ തൊഴിൽ ഇതായിട്ടുള്ള ഈ രാഷ്ട്രീയക്കാരൊന്നും ചെയ്യാത്ത ആൾക്കാർ എന്തിനാണ് നിൽക്കുന്നത്? ഇപ്പോഴും വന്ന രാഷ്ട്രീയക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ച് ഈ പാലം നിങ്ങൾക്ക് കെട്ടിത്തന്നൂടെ, ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ് കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന്. കേന്ദ്രം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോ. അവർ കേന്ദ്രം ഉള്ളവർ വരട്ടെ, വന്ന് ഞങ്ങൾക്ക് ചെയ്തു തരട്ടെ. ശശി തരൂർ 3 പ്രാവശ്യം ജയിച്ചു, ഒരു ചുക്കും നടന്നില്ല. അയാൾ ഗുഡ് ബൈയും പറഞ്ഞുകൊണ്ട് അയാൾ പോയി. ഇവർ 10 വർഷം ഭരിച്ച് ഒരു ഫലമില്ല, ഒന്നും പോയി. അതുകൊണ്ട് അവർ പറയുന്നത് ഇപ്പോഴും വന്നവരൊക്കെ എല്ലാവരും പറയാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതാണ്, നിങ്ങൾ പാലം വേണമെങ്കിൽ കേന്ദ്രം വിചാരിച്ചാലേ നടക്കുള്ളൂ. കേന്ദ്രം വരട്ടെ, വന്ന് ഞങ്ങളുടെ പട്ടിണിയും ഞങ്ങളുടെ ദാരിദ്ര്യങ്ങളെല്ലാം തീരട്ടെ. ഇത് ഹാർബർ വന്ന് എല്ലാ തീരം കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് ആ സമയത്ത് എന്തൊരു പറഞ്ഞ് പഠനം നടത്തിയപ്പോൾ അത് തീരങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യരും അതിനായിട്ടുള്ള ഇതിന് വേണ്ടി പോയില്ല. എവിടെയോ കിടക്കുന്ന ഖനനം വാരുന്നെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ നിന്നുള്ളവരെ പോകാൻ വേണ്ടി ഇവിടെ ഉള്ളവർ പ്രയത്നിച്ച് ഇവിടുത്തെ കഷ്ടത എന്താണ് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നാലും ആരായിരുന്നാലും ഇവിടെ ഉള്ള പട്ടിണി മത്സ്യത്തൊഴിലാളികളുടെ ഒരു കാര്യവും നടത്തത്തില്ല. ഇയാളെ ഫിഷറീസ് മന്ത്രി ഉണ്ടല്ലോ, അങ്ങേർക്കെങ്കിലും വന്ന് കണ്ടൂടെ? അങ്ങേര് എന്താ ആളെ വിട്ട് ഇതെല്ലാം നോക്കിയെന്ന് പാലം ഉണ്ടെന്ന് അവിടെ ആയിട്ടൊക്കെ ഒടിഞ്ഞു പോകുന്ന പാലങ്ങളെല്ലാം കെട്ടി കൊടുക്കുകയും ചെയ്യുന്നു, അത് എല്ലാം താഴെ വീഴുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഈ പാലം എന്ത് കെട്ടിക്കൊടുക്കാത്തത്? എത്രയോ വേളി മുതൽ പൂന്തറ വരെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാവരും ജോലി ചെയ്യുന്ന പാലമാണ് ഈ വലിയതുറ പാലം. ഇതിപ്പോൾ ആ പാലം ഒടിഞ്ഞ് അത് എല്ലാം ഇല്ലാതാക്കിയ തൊഴിൽ നഷ്ടപ്പെട്ടവരിന് പോലും ജീവിക്കാൻ വിടാത്തതാണ് ഈ ഇവിടുത്തെ ഗവൺമെൻറ് ആയിരുന്നാലും രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും ആരും എല്ലാം എന്താണെന്നറിയാമോ, ഇത് മന്ത്രിയല്ല തന്ത്രി എന്നുള്ളത് പോലെ അല്ല ഉരുണ്ടാണ് കളിക്കുന്നത്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമ്മൾ, ഒറ്റക്കെട്ടായിട്ട് എല്ലാ തൊഴിലാളികൾക്കും അവകാശം നേടിക്കൊടുക്കണം. ഇലക്ഷൻ വരുമ്പോൾ മാത്രം എനിക്കിട്ട് കുത്തിത്താ എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നത് അത് ന്യായമല്ല. എല്ലാ ദൈവം ഒരു സമയം വച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോയിട്ടില്ല. അതേമാതിരി നമ്മൾ ഈ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് കോടിക്കണക്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ പോകുമ്പോൾ വെറും കൈയോടെയാണ് പോണത് സഹോദരങ്ങളെ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഈ പാലം കെട്ടാൻ വേണ്ടിയുള്ള ഇതിലെങ്കിലും നിങ്ങൾ അതിനായിട്ടുള്ള വഴി ഒരുക്കി തരണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നു. നല്ലത് ചെയ്യാത്തത് ഇലക്ഷൻ. ഇവര് പാലം കണ്ട പരമ്പര പാലമാണിത്. പ്രധാന ആവശ്യം അതാണ്, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇത് പണ്ടത്തെ ഇത് കപ്പൽ വരുന്ന ഇടമാണ് എവിടെ. ഇപ്പൊ നമ്മുടെ വലിയവറ എന്ന് പറയുന്ന ഇതില്ല, പോയി. ഞങ്ങളൊക്കെ ഈ കൊച്ചുപ്രായത്തില് ഞങ്ങൾ കപ്പലും പണ്ട് അരിച്ചാക്ക് അണ്ടിക്കപ്പല് ഗോതമ്പെല്ലാം ഇവിടെ അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചുപ്രായത്തിൽ. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ കടലിൽ പണിക്കാൻ കടപ്പുറമില്ല, അങ്ങനത്തെ അവസ്ഥയായി. ജയിക്കുന്നവര് എല്ലാം എന്താ പറയുന്നത്, ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം. ജയിച്ചു കഴിയുമ്പോൾ ഇവിടെ നോക്കുന്നവരില്ല. ഇതെന്താ ഇവര് നല്ല വാഗ്ദാനമൊക്കെ സൂപ്പിച്ചളയും. നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു വിശ്വാസം തിരിച്ചു വരും. പക്ഷെ ഇവർ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി തകർക്കാൻ വേണ്ടിയാണ്. കുറേ കിടക്കുന്നവനെ വിളിച്ചുണർത്തിയിട്ട് ഊണില്ല എന്ന് പറയും. നീ തിന്നാല്ല, ഇല്ല, പിന്നെ കിടന്ന് പറയുന്നത് എന്ത് ആഹാരം ഇല്ല എന്ന്. ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞത് കറക്റ്റ്.
അതേപോലെയാണ് ഇത് നടക്കൂല എന്ന് നമുക്ക് വിശ്വാസമായി. ഇത് കമ്പ്യൂട്ടർ ഈ ഒടിഞ്ഞ പാലത്തിന് സർക്കാരിന് ശരിയാക്കാം. ആദിവാസ കാലത്തിലൊക്കെ ഇതൊക്കെ കറക്റ്റായി അവർ ശരിയാക്കി. ഇപ്പം കമ്പ്യൂട്ടർ യുഗമല്ലേ, അവർക്കിത് ശരിയാക്കാമല്ലേ? അങ്ങനെയൊന്നുമില്ല. അവർക്കൊറ്റ ചിന്ത നാടിൻ്റെ വികസനമൊന്നുമല്ല, അവരുടെ കുടുംബത്തിൻ്റെ വികസനം മാത്രം. അത് മാത്രം ചെയ്യുന്നു. നമ്മളും എല്ലാ പാർട്ടിനും വിശ്വസിക്കുന്നു. പക്ഷെ നാക്കുകൊണ്ട് പോക്കറ്റടിക്കുന്ന നേതാക്കന്മാരാണ് ഇവർ. ഹൈവ